നമ്മൾ ഈ വീഡിയോയിൽ ലാസ്റ്റ് എക്സാമിനേഷൻ, അതായത് നവംബർ 23 എക്സാമിനേഷനിൽ നിന്ന് മെയ് 24 എക്സാമിനേഷനിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് ഇൻ്റർമീഡിയറ്റ് ടാക്സേഷൻ പേപ്പർ 3യിൽ വരുന്ന ചേഞ്ചസ് എന്ന് നോക്കാം. നിങ്ങൾ ഓൾറെഡി അവെയർ ആയിട്ടുണ്ടാവും, അൺലൈക്ക് ഓൾ അതർ സ്കീം ചേഞ്ചസ് ദാറ്റ് ICAI ഹാസ് ഡൺ ഇൻ ദ പാസ്റ്റ്, ഇപ്രാവശ്യത്തെ സ്കീം ചേഞ്ച് എന്ന് പറയുന്നത് 2 സ്കീം കണ്ടിന്യൂ ചെയ്യുന്നൊരു ചേഞ്ച് അല്ല. വിച്ച് മീൻസ് എല്ലാ ആൾക്കാരും പുതിയ സ്കീമിലായിരിക്കും മെയ് 2024 എക്സാമിനേഷൻ എഴുതാൻ പോകുന്നത്. ആൻഡ് അതിൽ തന്നെ നമുക്കറിയാം 2 പേപ്പേഴ്സ് നമുക്ക് റിമൂവ് ചെയ്തിട്ടുണ്ട് ആൻഡ് പുതിയ ടൈപ്പ് ഓഫ് സിലബസ് നമ്മളിത് ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. നമുക്കതിൽ പേപ്പർ 3 ടാക്സേഷനിലുള്ള ചേഞ്ചസ് മാത്രം നോക്കാം. ടാക്സേഷൻ എപ്പോൾ നോക്കിയാലും സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പേപ്പറാണ്. കാരണം ഒരു എക്സാമിൽ നിന്ന് അടുത്ത എക്സാമിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരുപാട് അമെൻമെൻറ്റ്സ് ഉണ്ടാവും. പക്ഷേ ഇപ്രാവശ്യത്തെ എക്സാമിനേഷനിൽ അമെൻമെൻറ്റ്സിനെക്കാളും കൂടുതൽ നമുക്ക് ഒരു സിലബസ് ചേഞ്ച് കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ ചേഞ്ച് എന്താണെന്ന് നോക്കാം. അപ്പോൾ ലാസ്റ്റ് എക്സാമിൽ ടാക്സേഷൻ പേപ്പേഴ്സിൻ്റെ സ്പ്ലിറ്റ് നിങ്ങൾ നോക്കുവാണെങ്കിൽ 60 മാർക്കിന് ഇൻകം ടാക്സും 40 മാർക്കിന് ഇൻഡയറക്റ്റ് ടാക്സസ്, അതായത് GST ആണ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ മെയ് 2024 മുതൽ 50-50 ആയിരിക്കും സ്പ്ലിറ്റ്. എന്ന് പറഞ്ഞാൽ 50% of marks will be from income tax, balance 50 marks it will be from indirect taxes, അതായത് GST. അപ്പോൾ ഈ 50 മാർക്സ് GST എന്ന് പറയുന്ന പേപ്പേഴ്സിൽ ഇതിനു മുമ്പ് 40 മാർക്സ് എന്ന് 10 മാർക്ക് ഇൻക്രീസ് ആയപ്പോൾ എന്തൊക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്ന സബ്ജക്റ്റിന് വന്നിരിക്കുന്ന ചേഞ്ചസ് എന്ന് നോക്കാം. ആദ്യത്തെ ചേഞ്ച്, നിങ്ങളിപ്പം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മെറ്റീരിയൽ എടുത്ത് നോക്കുകയാണെന്ന് നിങ്ങൾക്ക് കാണാം, ചാപ്റ്റേഴ്സിൻ്റെ നമ്പർ കൂടിയിട്ടുണ്ട്. ഇനി ചാപ്റ്റേഴ്സിൻ്റെ നമ്പർ കൂടിയിരിക്കുന്നത് എല്ലാം അഡീഷണൽ ചാപ്റ്റർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല. നമുക്ക് മേജറായിട്ട് 3 കാര്യങ്ങളാണ് ഇൻഡയറക്റ്റ് ടാക്സ് പേപ്പേഴ്സിൽ ഇൻ്റർമീഡിയറ്റിലേക്ക് ആഡ് ആയിരിക്കുന്നത്. ആദ്യത്തെ കാര്യം, നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്ന എല്ലാ സെക്ഷൻസും CGST ആക്ട് 2017 പ്രകാരമുള്ള സെക്ഷൻസ് ആയിരുന്നു. എന്നാൽ മെയ് 24 മുതൽ IGST ആക്ട് 2017 കുറച്ച് സെക്ഷൻസ് കൂടെ അത് അഡീഷണലി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ICAIയുടെ മെറ്റീരിയൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറയുന്ന ഒരു അഡീഷണൽ ചാപ്റ്റേഴ്സ് കാണാം. എന്നാൽ പ്ലേസ് ഓഫ് സപ്ലൈയുടെ എല്ലാ പ്രൊവിഷൻസും നിങ്ങൾക്ക് അപ്ലിക്കബിൾ അല്ല. സെക്ഷൻ 10ഉം സെക്ഷൻ 12ഉം മാത്രമാണ് ഇൻഡയറക്റ്റ് ടാക്സ് പേപ്പേഴ്സിൽ ഇൻ്റർമീഡിയറ്റിൽ അപ്ലിക്കബിൾ ആക്കിയിരിക്കുന്നത്. അതുകൂടാതെ ബേസിക് ലെവിയെ പറ്റി സംസാരിക്കുന്ന കുറച്ച് സെക്ഷൻസ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെക്ഷൻ 5, 6, 7, 8 അതുപോലുള്ള സെക്ഷൻസ് ഇത് അഡീഷണലായിട്ട് നമ്മുടെ സിലബസിലേക്ക് ആഡ് ആയി വന്നിട്ടുണ്ട് IGSTയിൽ. പക്ഷേ ഇതെല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള സെക്ഷൻസ് ആണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് ഗോ ത്രൂ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് ആദ്യത്തെ ചേഞ്ച്. നമുക്ക് രണ്ടാമത്തെ ചേഞ്ച് നോക്കാം. രണ്ടാമത്തെ ചേഞ്ച്, ഒരു അഡീഷണൽ ചാപ്റ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞിട്ട് പ്രൊസീജിയറിൽ ഇരിക്കുന്ന ഒരു അഡീഷണൽ ചാപ്റ്റർ ഇപ്രാവശ്യം നിങ്ങൾ മെയ് 24 എക്സാമിനേഷനിലേക്ക് അഡീഷണലി പഠിക്കണം. അതും വളരെ ചെറിയ ചാപ്റ്ററാണ്, പ്രൊസീജിയറിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഇത് കൂടാതെ നിങ്ങൾ നവംബർ 23 എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പല സ്ഥലങ്ങളിലായിട്ട് നിങ്ങൾ റെഫറൻസ് പോയിന്റ് കണ്ടിട്ടുണ്ടാവും, വിച്ച് വുഡ് ബി ടോക്കിംഗ് അബൌട്ട് TDS under section 51 of CGST Act, TCS under section 52 of CGST Act എന്ന് പറഞ്ഞിട്ട് 2 TDS TCS സെക്ഷൻസിനെ പറ്റി റെഫറൻസ് ചെയ്തിട്ടുണ്ടാവും. ആ റെഫറൻസ് ചെയ്ത സമയത്തൊക്കെ ICAI പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഫൈനലിൽ പഠിക്കുമെന്ന്. എന്നാൽ അങ്ങനെയല്ല, മെയ് 24 എക്സാമിനേഷൻ മുതൽ TDS TCS എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒരു അഡീഷണൽ ചാപ്റ്ററായിട്ട് നിങ്ങൾക്ക് ഇൻഡയറക്റ്റ് ടാക്സ് പേപ്പേഴ്സിൽ ഇൻ്റർമീഡിയറ്റ് ലെവലിൽ തന്നെ പഠിക്കണം.